പിതാവാം ദൈവത്തിന് ആരാധന, പുത്രനാം ദൈവത്തിന് ആരാധന, ആത്മാവാം ദൈവത്തിന് ആരാധന, ത്രിയേക ദൈവത്തിന് ആരാധന. ആരാധന 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 ആരാധന. ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം സമർപ്പിതൻ്റെ പടിയിറക്കം. ഈശോ തനിക്കിഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു, കൂടെ ആയിരിക്കുവാൻ, പ്രസംഗിക്കാൻ അയക്കുവാൻ, പിശാചുകളെ ബഹിഷ്കരിക്കുവാൻ അധികാരം നൽകുന്നതിനായി. അവിടുന്ന് ഈ സാമീപ്യം ആഗ്രഹിച്ചത് അപ്പം വർദ്ധിപ്പിച്ചപ്പോഴും കടലിന് മീതെ നടന്നപ്പോഴും താബോർ മലയിലും അത്താഴമേശയിലും മാത്രമായിരുന്നില്ല. തൻ്റെ ജീവിതത്തിലെ വേദനയിലും സഹനത്തിലും വിചാരണ വേളയിലുമൊക്കെ ആഗ്രഹിച്ചു. പക്ഷേ ഗുരു പ്രാണവേദന അനുഭവിച്ചപ്പോൾ ശിഷ്യൻ തീ കായാൻ പോയി. അവൻ പടിയിറങ്ങി മുറ്റത്തേക്ക്, പിന്നെ പടിവാതിൽക്കലേക്ക്. ഈ പടിയിറക്കം ബുദ്ധിയിൽ നിന്നും ഹൃദയത്തിൽ നിന്നും ജീവിതത്തിൽ നിന്നും അവിടുത്തെ പടിയിറക്കി. ഇതാണ് നിഷേധത്തിലേക്കും തള്ളിപ്പറലിലേക്കും നയിക്കുന്നത്. ഇവിടെ നീ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. നീ ഇറങ്ങി പോകുമ്പോഴും ദൈവദൂതന്മാരെ പോലെ നിന്നെ പുനഃപ്രവേശിപ്പിക്കുവാൻ പരിചാരകരും നല്ല മനുഷ്യരും സമീപിക്കുന്നുണ്ട് എന്നുള്ളത്. ഇവിടെ പരിചാരയ്ക്ക് പോലും നിശ്ചയമാണ് പത്രോസ് ഈശോയുടെ കൂടെ നിൽക്കേണ്ടവനാണെന്ന്. നീയും നസ്രയനായ ഈശോയുടെ കൂടെ ആയിരുന്നില്ലേ? പ്രിയപ്പെട്ടവരെ, ഇന്നുമുണ്ട് കുടുംബ ജീവിതത്തിൽ നിന്ന്, പൗരോഹിത്യ ജീവിതത്തിൽ നിന്ന്, സമർപ്പിത ജീവിതത്തിൽ നിന്നുമൊക്കെ പടിയിറങ്ങി മുറ്റത്തിരിക്കുന്നവർ. സുഖത്തിലും ദുഃഖത്തിലും, ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും, സമ്പത്തിലും ദാരിദ്ര്യത്തിലും ഒരേ മനസ്സോടെ ഒരേ ഹൃദയത്തോടെ ജീവിച്ചു കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്തവർ. അനുസരണം, ദാരിദ്ര്യം, ബ്രഹ്മചര്യം, വ്രതങ്ങൾ പാലിച്ചു കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്തവർ. സന്ധ്യാപ്രാർത്ഥനയില്ലാതെ, ഞായറാഴ്ച ബലിയർപ്പണമില്ലാതെ, സ്വന്തം ഇഷ്ടങ്ങൾക്ക് സുഖത്തിന് നമ്മെ തന്നെ വിട്ടുകൊടുത്ത് മുറ്റത്ത് ഇരിക്കുമ്പോൾ നല്ല മനുഷ്യർ ചോദിക്കും, ഇതെന്താ ഇപ്പോൾ ഇവിടെ? അതായത് പ്രാർത്ഥനാ സമയം ആയല്ലോ എന്ന്. ഇന്ന് ഞായറാഴ്ചയല്ലേ? അവന് നിശ്ചയമാണ് നീ ദേവാലയത്തിൽ പോകേണ്ടവനാണ്, ബലിയർപ്പിക്കേണ്ടവനാണ് എന്ന്. അച്ഛനെന്താ ഇവിടെ? സിസ്റ്റർ എന്താ എവിടെ പോയി? ഇവിടെയൊന്നും സമർപ്പിതരെ പ്രതീക്ഷിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഇത് ആരോപണങ്ങളല്ല, ഉപദേശങ്ങളാണ്, തിരിച്ചു ചെല്ലുവാനുള്ള നിർബന്ധങ്ങളാണ്. ഇത് സ്വീകരിച്ച് തിരിച്ചറിഞ്ഞ് നീ തിരികെ പോകണം വിളിച്ചവൻ്റെ സന്നിധിയിലേക്ക്. പ്രിയപ്പെട്ടവരെ, വിളിച്ചവനോട് വിശ്വസ്തത പുലർത്തി എന്നും അവനെ ഹൃദയത്തിൽ സൂക്ഷിക്കണം. അവനെ പുറത്താക്കുമ്പോൾ നീ പുറത്താകും, നിഷേധിയാകും. പരിശുദ്ധ അമ്മയിലേക്ക് നോക്കുക. ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ ഭവിക്കട്ടെ. സമ്പൂർണ്ണ സമർപ്പണം. ആ നിമിഷം മുതൽ തിരുക്കുമാരനോട് ചേർന്ന് നിന്നു. കാലിത്തൊഴുത്ത് മുതൽ കാലുവരി വരെ, മകൻ്റെ സന്തോഷത്തിലും ദുഃഖത്തിലും. പരസ്യ ജീവിതകാലത്ത് ഇടയ്ക്ക് മകനെ കാണാൻ വന്ന അമ്മയെ നമുക്കറിയാം. സഹനത്തിൻ്റെ നിമിഷങ്ങളിലും, കുരിശ് യാത്രയിൽ, കുരിശിൻ ചുവട്ടിൽ, പിന്നീട് ശിഷ്യന്മാരോടൊപ്പം, സഭയോടൊപ്പം
ഇന്നും അമ്മ കൂടെ നിൽക്കുന്നു. ഇതാണ് സമർപ്പണം. ഒരിക്കലും പടിയിറങ്ങാതെ ഹൃദയത്തിൽ ആ സാന്നിധ്യം അനുഭവിച്ച് കൂടെയുള്ള ജീവിതം. ഇതാണ് ഏത് സാഹചര്യത്തിലും ഏത് ജീവിത അന്തസ്സിലും ഒരു ക്രിസ്തു ശിഷ്യനിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്, ആഗ്രഹിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഈശോയെ, തിരുസന്നിധിയിലായിരിക്കുമ്പോൾ ഞങ്ങൾ ഓരോരുത്തരെയും ആയിരിക്കുന്ന അവസ്ഥയിൽ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളോട് ചേർത്ത് അങ്ങയുടെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുള്ള സ്നേഹത്തെ പ്രതി അങ്ങാണ് ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിയത് എന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളെക്കുറിച്ച് വ്യക്തമായ പദ്ധതിയും പ്ലാനുമുണ്ട്. അങ്ങാണ് വിളിച്ച് വേർതിരിച്ച് വിശുദ്ധീകരിച്ച് കൂടെ നിർത്തിയിരിക്കുന്നത്. അങ്ങാണ് കൂടെ നിന്ന് യോജിപ്പിച്ച് അങ്ങയോട് ചേർത്ത് നിർത്തിയിരിക്കുക. അങ്ങ് ഞങ്ങളോടൊപ്പമുണ്ട് എന്ന് തിരിച്ചറിയുന്നു. അങ്ങയുടെ ദിവ്യ സാന്നിധ്യം ഞങ്ങൾ തിരിച്ചറിയുന്നു. അതാണ് ഞങ്ങളുടെ ശക്തി, കരുത്ത്. ഈശോയെ, ആ ദിവ്യ സാന്നിധ്യം നഷ്ടപ്പെടുത്തുന്ന അവസരങ്ങൾ ജീവിതത്തിലുണ്ട്. അവിടെയൊക്കെ ഞങ്ങൾ അങ്ങിൽ നിന്നും കുടുംബത്തിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും ജീവിത പങ്കാളിയിൽ നിന്നും മക്കളിൽ നിന്നും സമൂഹത്തിൽ നിന്ന് ഒക്കെ പടിയിറങ്ങിപ്പോകുന്നത്. അവിടെയാണ് ഞങ്ങളുടെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളുമൊക്കെ വ്യതിചലിച്ചു പോകുന്നത്. ഇവിടെയാണ് സ്വന്തം ഇഷ്ടമന്വേഷിച്ച് ഞങ്ങൾ പോകുന്നത്. സ്വന്തം സുഖത്തിനും സൗകര്യത്തിനും ഞങ്ങളെ തന്നെ വിട്ടുകൊടുക്കുന്നത്. എങ്കിലും അങ്ങേക്ക് ഞങ്ങളെ വേണം എന്ന് ഞങ്ങൾക്കറിയാം. പലരിലൂടെ ഞങ്ങളെ തിരിച്ച് അങ്ങയുടെ സന്നിധിയിലേക്ക് കൊണ്ടുവരുവാൻ അങ്ങ് ആഗ്രഹിക്കുന്നു. അങ്ങേ നഷ്ടപ്പെടുത്തിയ നിമിഷങ്ങളെ ഓർത്ത് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. എന്നും അങ്ങയോടൊപ്പമായിരിക്കുവാൻ, അങ്ങയുടെ ആ ദിവ്യ സാന്നിധ്യം അനുഭവിച്ച് ജീവിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അപ്പോഴാണ് ജീവിത കടമകളും ഉത്തരവാദിത്തങ്ങളുമൊക്കെ വിശ്വസ്തയോടെ ചെയ്യുവാനായിട്ട് സാധിക്കുക. അങ്ങേ കൂടാതെ ഒരു നിമിഷം പോലും മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കില്ല എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. അങ്ങ് വചനത്തിലൂടെ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്നോടുകൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ച് കളയുന്നു എന്ന്. അതെ, ഇന്ന്
സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ ചിതറിക്കപ്പെട്ട ജീവിതങ്ങളേറെയുണ്ട്. കുടുംബജീവിതത്തിലും സമർപ്പിത ജീവിതത്തിലും പൗരോഹിത്യ ജീവിതത്തിലുമൊക്കെ. ഈ ചിതറിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് നയിക്കപ്പെടുവാനുള്ള കാരണം അങ്ങയെ നഷ്ടപ്പെടുത്തിയതാണ്, അങ്ങയെ മാറ്റി നിർത്തിയതാണ് എന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ തിരിച്ചു വരുന്നു. അങ്ങിൽ പൂർണ്ണമായിട്ടും സമർപ്പിച്ച് വിശ്വസ്തയോടെ അങ്ങ് ഭരമേൽപ്പിച്ച ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ആ വിളിക്കനുസൃതമായ ഒരു ജീവിതം നയിക്കുവാനായിട്ട് കൃപയാചിക്കുന്നു. അങ്ങയുടെ കരങ്ങൾ നീട്ടി മക്കളായ ഞങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ.